നമസ്കാരം, ഞാൻ സിജേഷ്. കണ്ണൂരാണ് സ്ഥലം. 2019 ഒരു ഹെൽത്തി കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുന്നത് വരെ എനിക്ക് വെൽനെസ് എന്താണെന്ന് അറിയില്ലായിരുന്നു. 2022 വരെ എൻ്റെ പ്രൊഫഷൻ എന്ന് പറഞ്ഞാൽ സ്വന്തം ഫാർമസി, ഇംഗ്ലീഷ് മരുന്ന് ഷോപ്പായിരുന്നു. പക്ഷേ 2019 എൻ്റെ ജീവിതത്തിൽ വളരെയധികം മാറ്റിമറിക്കുന്ന ഒരു ഇൻസിഡൻറ്റ് ഉണ്ടാകുന്നത്. കാരണം അന്നൊരു തവണ ബ്ലഡ് ചെക്ക് ചെയ്തപ്പോൾ എൻ്റെ ബ്ലഡിൽ യൂറിക് ആസിഡും കൊളസ്ട്രോളും ഉണ്ടായി. സാധാരണ എല്ലാവരും ചെയ്യുന്ന പോലെ ഞാനും ഡോക്ടറെ കാണിച്ചു, മരുന്ന് എഴുതി തന്നു. ഡോക്ടർ പ്രൊഫഷൻ എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ എന്താണോ ബ്ലഡ് പാരാമീറ്റർ കൊണ്ടുപോയി കൊടുക്കുന്നത് അതിന് കണക്കായിട്ടുള്ള മരുന്ന് എഴുതി തരാം അല്ലേ. പക്ഷേ അന്ന് 16ാമത്തെ വർഷമാണ് ഞാൻ ഫാർമസി നടത്തുന്നത്. അതിൽ 8ാമത്തെ വർഷം എൻ്റെ സ്വന്തം ഫാർമസി. അപ്പോൾ ഞാൻ കണ്ട ലിസ്റ്റുകളിലൊക്കെ എന്താ മനസ്സിലാക്കിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വൺസ് നമ്മൾ ഡോക്ടറിൻ്റെ അടുത്ത് മെഡിസിൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ, അത് ഏത് ഇതായിക്കോട്ടെ, ആയുർവേദം, ഇംഗ്ലീഷ്, ഹോമിയോപ്പതി എന്തും ആയിക്കോട്ടെ, നമ്മൾ ലൈഫ് സ്റ്റൈൽ ഡിസീസിന് മരുന്ന് സ്റ്റാർട്ട് ചെയ്താൽ അത് ജീവിതകാലം മുഴുവൻ കഴിക്കണം. മാത്രമല്ല, ഒരു ഗുളികയിലാണെങ്കിൽ 2 ഗുളികയിലാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തതെങ്കിൽ 1 വർഷം, 2 വർഷം, 5 വർഷം, 10 വർഷം കഴിയുമ്പം മരുന്നിൻ്റെയും അസുഖത്തിൻ്റെയും എണ്ണവും വണ്ണവും കൂടിയിട്ടുണ്ടാവും. ഈ ഒരു തിരിച്ചറിവിൽ നിന്നാണ് ഞാൻ എൻ്റെ ലൈഫ് ഒന്ന് ചേഞ്ച് ചെയ്യാൻ ആഗ്രഹിച്ചത്. കാരണം അന്ന് എനിക്ക് 5 വയസ്സുള്ള മോനാണ് കൂടെയുള്ളത്. അപ്പോൾ അവനൊരു 10 വർഷം ആകുമ്പോഴത്തേക്കും എൻ്റെ പടം ചുമരിലാവാതിരിക്കാൻ വേണ്ടി ഞാൻ എടുത്തൊരു തീരുമാനമാണ്, ഇംഗ്ലീഷ് മെഡിസിൻ ആവശ്യമില്ല എനിക്ക്. കാരണം അത് ലൈഫ് സ്റ്റൈൽ ഡിസീസിനെ മാറ്റാൻ പറ്റുന്ന ഒരു സാധനമല്ല മരുന്നുകളൊന്നും തന്നെ. മരുന്നുകളിൽ എൻ്റെ അറിവിൽ ആകെ കൂടെ മാറ്റുന്ന വെറും കുറച്ച് കണ്ടീഷൻസ് മാത്രമേ ഉള്ളൂ. അതൊന്ന് ബാക്ടീരിയൽ, വൈറൽ, ഫംഗൽ അതുപോലുള്ള കാര്യങ്ങൾക്ക് മാത്രമാണ് നമുക്ക് കുറച്ച് മരുന്നുകളുടെ സപ്പോർട്ടിൽ നമ്മുടെ ഹെൽത്ത് ഡിസീസസ് അല്ലെങ്കിൽ ലൈഫ് സ്റ്റൈൽ ഡിസീസിനെ കവർ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ, അല്ലെ അസുഖത്തിനെ കവർ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. നമുക്ക് ഈ പറഞ്ഞ ഒരു 2-3 കണ്ടീഷൻസ് മാത്രമാണ് നമ്മുടെ ആരോഗ്യത്തിലേക്ക് മരുന്നിനെ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അത് വൈറൽ, ഫംഗൽ, ബാക്ടീരിയൽ പോലെയുള്ള അല്ലെങ്കിൽ ചെറിയൊരു ആക്സിഡന്റ്, അപകടം അങ്ങനത്തെയൊക്കെ ആണെങ്കിൽ നമുക്ക് മരുന്ന് കഴിച്ച് നമ്മുടെ ആരോഗ്യത്തെ കറക്റ്റ് ചെയ്യാം. അല്ലാതെ നമുക്ക് ഇന്ന് ഈ ഒരു 2026 ഞാൻ നിങ്ങളോട് സംസാരിക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ഹോസ്പിറ്റൽ വിസിറ്റ് അല്ലെങ്കിൽ ഡോക്ടർ വിസിറ്റ് ഉള്ള ആൾക്കാരെന്ന് പറഞ്ഞാൽ ലൈഫ് സ്റ്റൈൽ ഡിസീസ് അല്ലെങ്കിൽ ലൈഫ് സ്റ്റൈൽ ഡിസോർഡേഴ്സ് ഉള്ള ആൾക്കാരാണ്. അപ്പൊ ഇത്തരം ആൾക്കാർ എല്ലാ ദിവസവും അല്ലെങ്കിൽ എല്ലാ മാസവും എല്ലാ വർഷവും ഡോക്ടറെ അടുത്ത് പോകുന്നു, മരുന്ന് കഴിക്കുന്നു എന്നത് നമ്മുടെ സൊസൈറ്റിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ നമ്മുടെ പോക്കറ്റിനെ ബാധിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ ഫാമിലി ലൈഫിനെ, സോഷ്യൽ ലൈഫിനെ ബാധിക്കുന്ന ഒരു ഘടകമാണ്. അപ്പോൾ ഇത് 2022 ഞാനൊരു ന്യൂട്രീഷൻ സെന്റർ കണ്ണൂരിൽ എൻ്റെ സ്വന്തം സ്ഥലത്ത് കണ്ണൂർ തളാപ്പ് നാഷണൽ ഹൈവേയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എനിക്ക് ഒരുപാട് ആഗ്രഹങ്ങളുള്ളത് എന്താന്ന് പറഞ്ഞാൽ, എൻ്റെ ചുറ്റിലുള്ള ഒരുപാട് പേർക്ക് റിസൾട്ട് എടുത്തു കൊടുക്കണം. എനിക്ക് എങ്ങനെയാണോ എൻ്റെ ഒരു കോച്ച്, ഒരു ഇംഗ്ലീഷ് ടീച്ചറും ഒരു പോസ്റ്റ് മാഷും എടുത്തുന്ന റിസൾട്ട് ഞാൻ കൈകാര്യം ചെയ്തത്, കൊണ്ടു നടന്നത്, അത് എൻ്റെ ചുറ്റിലുമുള്ള ഞാൻ നേരത്തെ പറഞ്ഞ രാവിലെ തൊട്ട് രാത്രി വരെ ഡോക്ടർ ക്യാബിൻ്റെ മുന്നിലും ആശുപത്രി വരാതിരിക്കുന്ന ഒരുപാട് പേർക്ക് ആശ്വാസവും ആരോഗ്യവും കൊടുക്കാൻ ഞാൻ പ്രാപ്തനാണ് എന്ന് മനസ്സിലാക്കിയ നിമിഷമാണ് ഞാനൊരു ക്ലബിന് സ്റ്റാർട്ട് ചെയ്തത്, ന്യൂട്രീഷൻ സെന്റർ. അന്ന് തൊട്ട് ഇന്ന് വരെ 2019 ആദ്യത്തെ 90 ദിവസം എൻ്റെ കോച്ച് എന്നോട് എന്താണോ പറഞ്ഞത് ആ ഒരു മെത്തഡോളജി ഞാൻ ഓരോരുത്തർക്കും പറഞ്ഞു കൊടുക്കാൻ തുടങ്ങിയപ്പം ആദ്യത്തെ 3 വർഷം ഞാൻ എൻ്റെ ഫാർമസിയിൽ നിന്ന് പാർട്ട് ടൈം ആയിട്ടാണ് ഞാൻ ഈ ഒരു സർവീസ് ആൾക്കാർക്ക് കൊടുത്തുകൊണ്ടിരുന്നത്. അവിടെ വരുന്ന ഓരോരുത്തരോടും സംസാരിച്ചിട്ട് അതിൽ നിന്ന് ഒരുപാട് ക്ലയൻസ്, കസ്റ്റമേഴ്സ് ജനറേറ്റ് ആയപ്പോൾ ഞാൻ ഫാർമസി എന്നേക്കുമായി 2022 ഫെബ്രുവരി 28 ക്ലോസ് ചെയ്തു. ഇന്നിപ്പോൾ ഈ സംസാരിക്കുന്ന 2026 ജൂലൈ 2 വരെയും ഞാൻ ചെയ്യുന്ന ഒരേ ഒരു പ്രൊഫഷനേ ഉള്ളൂ. എനിക്ക് എന്താണോ എൻ്റെ കോച്ച് തന്ന ഹെൽത്ത് റിസൾട്ട്, ഇൻഫർമേഷൻ, നോളജ്, ഇത് ഓപ്പോസിറ്റ് ഇരിക്കുന്നവർക്ക് പറഞ്ഞു കൊടുക്കുക. കാരണം ഏതൊരു ലൈഫ് സ്റ്റൈൽ ഡിസീസും നമുക്ക് മാറ്റാൻ പറ്റുന്ന ഒരേ ഒരു കാര്യമേ ഉള്ളൂ, നമ്മുടെ ലൈഫ് സ്റ്റൈൽ ചേഞ്ച് ചെയ്യുക, മോഡിഫൈ ചെയ്യുക. എന്താണോ ഒരു ഹ്യൂമൻ ബോഡിക്ക് ഹൈറ്റിന് കണക്കായിട്ടുള്ള വെയിറ്റ്, അതിന് കണക്കായിട്ടുള്ള നമ്മുടെ ബോഡി പാരാമീറ്റർ, ഹൈറ്റ്, വെയിറ്റ്, BMI, BMR, ബോഡി ഫാറ്റ്, വിസറൽ ഫാറ്റ്, ഇതൊക്കെ കൃത്യമായിട്ടും പറഞ്ഞു കൊടുത്ത് ഓരോരാളെയും എഡ്യൂക്കേറ്റ് ചെയ്ത് ഓരോ കുടുംബത്തെയും നമ്മുടെ കൂടെ കൂട്ടി നല്ലൊരു ഹെൽത്തി ഫാമിലിയായി, ഹെൽത്തി കമ്മ്യൂണിറ്റി ആയിട്ട് ജീവിതകാലം മുഴുവൻ കൊണ്ടു നടക്കാമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. 2026 പൂർത്തിയാകുമ്പോഴത്തേക്കും എൻ്റെ ഉദ്യമം മിഷൻ 2026, അതായത് 2026 1000 കുടുംബങ്ങളെ മെഡിസിൻ ഇല്ലാതെ, ഹോസ്പിറ്റൽ ഇല്ലാതെ, ഇൻസുലിൻ ഇല്ലാതെ ജീവിക്കാൻ വേണ്ടിയിട്ട് പഠിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു ഉദ്യമത്തിൽ എൻ്റെ കൂടെ ഒരുപാട് ആൾക്കാരുണ്ട്. ഞാൻ പറഞ്ഞു, ഞാനൊരു 7 വർഷമായിട്ടും ഈ ഒരു മേഖലയിലുണ്ട്. അപ്പൊ ഈ എല്ലാവരും ചേർന്നിട്ട് ഒരു 10 പേരെ വെച്ച് സഹായിച്ചാലെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഈ ഒരു ടാർഗറ്റിലേക്ക് എത്താൻ വേണ്ടി പറ്റും. ഈ 1000 എന്നുള്ളത് കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു കടുക് മണിയേക്കാളും ചെറുതാണ് അല്ലെ. 4 കോടി ജനങ്ങളുടെ കേരളത്തിൽ 1000 എന്ന് പറഞ്ഞാൽ എന്താ ഉള്ളത്, ഒന്നുമില്ല. പക്ഷെ എന്നെ കേൾക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഇതിലേക്ക് ഭാഗമാക്കാൻ വേണ്ടി പറ്റും. കാരണം നമുക്ക് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനോ മറ്റൊരു വിധ കാര്യങ്ങളും ഇല്ലാതെ ഡോക്ടർ സപ്പോർട്ടോടുകൂടി, ന്യൂട്രീഷൻ സപ്പോർട്ടോടുകൂടി നമുക്ക് എന്ത് ചെയ്യാം,
ഇതിലേക്ക് ഓരോരുത്തരെയും നമുക്ക് നമ്മുടെ സംസാരം കൊണ്ട്, നമ്മുടെ പ്രവൃത്തി കൊണ്ട് നമുക്ക് അവരെ ആഡ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ എനിക്ക് ഇത്രേ പറയാനുള്ളൂ. ഹാപ്പി ആയിട്ടിരിക്കുക, ഹെൽത്തി ആയിട്ടിരിക്കുക. അതിന് ആദ്യം വേണ്ട ഒരൊറ്റ സാധനം മാത്രമേ ഉള്ളൂ. ഏറ്റവും ലാസ്റ്റ് ആയാലും നമുക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റാത്ത ഒരു ബോഡിയിൽ, നമ്മളെ വീട്ടിലുള്ള കാറോ നമ്മളെ വീടോ നമ്മൾ ഉപയോഗിക്കുന്ന എന്ത് സാധനവും നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, മാറ്റാൻ വേണ്ടി പറ്റും. പക്ഷെ മാറ്റാൻ പറ്റാത്തായിട്ട് ഒന്നേ ഉള്ളൂ, നമ്മൾ ജനിക്കുമ്പോൾ കൊണ്ടുവന്ന ഈ ഒരു ബോഡി. അത് ചില സമയത്ത് റിപ്പയർ പോലും ചെയ്യാൻ പറ്റില്ല. പക്ഷെ അതിനെ ഹെൽത്തി ആയിട്ട് കാത്തുസൂക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരു ഹെൽത്തി കമ്മ്യൂണിറ്റി നിങ്ങളെ കൂടെയുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നമ്മുടെ സപ്പോർട്ട് എടുക്കാം. താങ്ക് യു.